നമുക്കൊരിക്ക 50 കൊല്ലം മുമ്പത്തേക്ക് പോവാ. എന്താ അറിയാം, ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതല്ലേ. അപ്പൊ ഞാനും അച്ഛൻ മത്സരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലല്ല. അച്ഛനൊക്കെ മെമ്പറും അതിന് മത്സരിക്കുമായിരുന്നു. അപ്പോ വീട്ടിലെല്ലാം ഇപ്പൊ എങ്ങനെയാ തിരക്ക്. ഞാനും അച്ഛനാണ്, മറ്റേ മക്കൾക്കൊന്നും അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എങ്ങനെ അറിയോ, പോസ്റ്ററെല്ലാം അടിച്ചിട്ട് കൊണ്ടുവക്കുന്ന വീട്ടിൽ പല സൈസില്. അപ്പൊ ഇന്നത്തെ പോലെ പശയൊന്നുമില്ല. കഞ്ഞി അമ്മയോട് പറയും കഞ്ഞി വെക്കുന്നു, ചളി ഇങ്ങനെ വെന്തിട്ട് അതിനെ പശയാക്കിയിട്ട് അതിനെയാണ് ഒട്ടിക്കല്. ഞാനെന്താ അപ്പൊ അടുത്ത വീട്ടിലത്തെ കുഞ്ഞോളെ എന്റെ ഫ്രണ്ട്സ് എല്ലാം ഇല്ലേ കുറെ, അവരെല്ലാം കൂടും. അപ്പോ ഞാൻ എന്റെ വീട്ടിലത്തെ തെങ്ങിനെയും പ്ലായിനെയും പോലും വിട്ടിട്ടില്ല, എല്ലാറ്റിനും ഒട്ടിക്കും. വീട്ടിനൊട്ടിക്കാൻ വരുമ്പോ അമ്മ വടിയെടുത്തിട്ട് വയ്യെത്തി പിന്നെന്താ പറയാ, അച്ഛനൊരു കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ്, പഞ്ചായത്ത് മെമ്പർ വരുമ്പോ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. വീട്ടിൽ നിന്ന് ചായയൊന്നും ഇപ്പൊ തിന്നാൻ കിട്ടിയില്ല. എല്ലാവർക്കും വരുന്നപ്പോ കണികൾക്കെല്ലാം ചായയും ചോറെല്ലാം വീട്ടിൽ വെക്കണം. എനിക്കൊരു ഇൻട്രസ്റ്റ്, അമ്മക്കെല്ലാം അല്ലേ പണി. അപ്പൊ പിന്നൊന്നുണ്ട്, ഞാൻ അച്ഛൻ മുദ്രാവാക്യം പറയും, ഞാൻ എഴുതും. അപ്പൊ അണികൾ വിളിച്ചിട്ട് പോകുമ്പോ ഞാൻ ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കും. അത് അച്ഛൻ പറഞ്ഞത് ഞാൻ എഴുതിയതല്ലേ, ആ സന്തോഷത്തിൽ നിൽക്കും. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ പേരെല്ലാം ഇതിൽ പറയുമല്ലോ, അപ്പൊ ഞാൻ ഇന്ദിര എന്ന് പറഞ്ഞിട്ട് നിൽക്കും. ഞാൻ ഇന്ദിരയല്ലേ, ആ സന്തോഷത്തിൽ നിൽക്കും. അതെല്ലാം ഓർക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ നമ്മളെ വീട്ടിലേക്കെല്ലാം ഇങ്ങനെ എല്ലാരും വരുന്നില്ലേ, പാർട്ടിക്കാരെല്ലാം വോട്ടിന്റെ ഇതും കൊണ്ട് വരുന്നില്ലേ. അപ്പൊ അത് ഞാൻ ഓർക്കുന്നു. ഇപ്പൊ ഞാൻ വീട്ടിലിങ്ങനെ നിൽക്കുന്നു. അങ്ങനെയായിരുന്നു ഒരു പ്രാവശ്യം അച്ഛൻ എന്നെ കൂട്ടില്ല. ഞാൻ അച്ഛൻ്റെ എല്ലാ വീട്ടിൽ പോകുമ്പോൾ ഞാൻ കരയും, ഞാനും വരുന്നത്. എനിക്കൊരു 10 വയസ്സ്, 9-10. പക്ഷെ എന്നെ കൂട്ടില്ല. അമ്മ വായിക്കോ പറയും, ഈ പെണ്ണിനെ കൂട്ടിട്ട് എവിടെ പോകുന്നു പറഞ്ഞിട്ട്. അതെല്ലാം ഓർക്കുമ്പോൾ എനിക്കില്ലേ എന്താ പറയണ്ടേ. അപ്പോൾ വോട്ട് ചെയ്യുന്നവര് നമ്മളെ എന്താ പറയണ്ടേ, എന്തായാലും എല്ലാവരും ചെയ്യണം അല്ലേ. പാർട്ടി ചെയ്തെന്നല്ല, വോട്ട് ചെയ്തിരിക്കണം. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ആ മാഷി ഒരു സന്തോഷമാണ്. നമ്മളെ അവകാശമല്ലേ, അത് നമ്മൾ ചെയ്തിരിക്കും അല്ലേ. ഈ കഴിക്കല്ലേ, അതെ. ആ മാഷി മായാതെ ഞാൻ വെക്കലിപ്പോ, അത്രയും സന്തോഷം. അപ്പൊ അത് അച്ഛനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊന്നുമില്ലേ വോട്ടിനെ പറ്റിയിട്ട് പറയാൻ?